നമസ്കാരം. ഫെബ്രുവരി 1-ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആറാമത്തെ ബജറ്റ് അവതരിപ്പിക്കും. പൊതുതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഇത് സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് അനന്ത സാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വെറും ഒരു ഇടക്കാല ബജറ്റായി കണക്കാക്കാൻ കഴിയില്ല എന്ന് നിസ്സംശയം പറയാം. 2019 സമാനമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടതാണ്. പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അതിന് ഉദാഹരണമാണ്. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതി, ശമ്പളക്കാർക്ക് നികുതി ആനുകൂല്യത്തിനായി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഫിഷറീസിന് പ്രത്യേകമായിട്ടുള്ള വകുപ്പ്, അങ്ങനെ അന്നത്തെ ഇടക്കാല ബജറ്റ് കണ്ടത് സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു. മുന്നേ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ നിർമ്മലാ സീതാരാമനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള ഒരു ബജറ്റ് തന്നെയാണ്. ബജറ്റിൽ വലിയ പ്രതീക്ഷയാണ് രാജ്യത്തെ സർവ്വമേഖലയും വെച്ചിരിക്കുന്നത്. ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കേരള വിഷൻ ന്യൂസ് ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ് ഇടക്കാല ബജറ്റിലെ പ്രതീക്ഷകൾ.